അങ്ങനെ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടു ഗൈസ്, കിടിലം പടം. കുറേ ഫാൻ തിയറീസ് ഒക്കെ കണ്ട് ഒത്തിരി എക്സ്പെക്റ്റേഷൻസോടുകൂടിയാണ് ഞാൻ ഈ പടം കാണാൻ പോയത്. കുറേയൊക്കെ ഞാൻ ഈ ചാനലിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എക്സ്പെക്ട് ചെയ്തു പോയ മിക്ക സാധനങ്ങളും ഈ പടത്തിലില്ല. പക്ഷേ സ്റ്റിൽ ഈ പടം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ വെറുതെ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ടോം ഹോളൻഡിൻ്റെ ഇതുവരെയുള്ള സ്പൈഡർമാൻ സീരീസിൽ ഏറ്റവും ബെസ്റ്റ് ഫോർ മീ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ഇതുവരെയുള്ള ടോമിൻ്റെ സ്പൈഡർമാൻ ഒരു സ്പൈഡർ കിഡായിരുന്നു, പക്ഷേ ഇതിലാണ് ശരിക്കും സ്പൈഡർ മാൻ ആയത്. കിഡിലിന് ആക്ഷൻ സീക്വൻസും വിഷ്വൽ എഫക്ട്സും എല്ലാം ഉണ്ടെങ്കിലും അതൊക്കെ എല്ലാ പടത്തിലും ഉള്ളതല്ലേ. പിന്നെ ഈ പടത്തിൽ എന്താണ് ഇത്ര കാര്യമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇതിൽ നല്ലൊരു ഇമോഷണൽ ഡെപ്ത് ഉള്ളൊരു സ്റ്റോറി ഉണ്ട്. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 3D കണ്ടത്. യൂഷ്വലി എനിക്ക് 3D തലവേദന എടുക്കും, പക്ഷേ ഇതിലെ 3D സീക്വൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം പതിവ് പോലെ കണ്ണിലേക്ക് തെറിച്ചു വരുന്ന സീൻസൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സ്പൈഡർമാൻ ഒരു ബിൽഡിങ്ങിൻ്റെ പൊക്കത്ത് നിൽക്കുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യിക്കും. എനിക്ക് പേഴ്സണലി ഹൈറ്റ് പേടിയുള്ള ഒരാളാണ്. കാരണം ഉയരം കൂടിയ ഒരു സ്ഥലത്ത് പോയി നിൽക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സ് പറയും ചാടും മനയെന്ന്, പക്ഷേ എൻ്റെ തലച്ചോറ് പറയും ചാടല്ലേ ചത്തുപോകും. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ എൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് ഞാൻ ചാടിയാലോ എന്നൊരു പേടി എനിക്ക് എപ്പോഴും ഉണ്ട്. ബാക്ക് ടു ദി പോയിന്റ്, ആ വിഷ്വൽ ഡെപ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞത് 3D ഗ്ലാസ് കൊണ്ടുള്ളൊരു തലവേദന ഉണ്ടല്ലോ. ഈ പടത്തിൽ സ്പൈഡർമാന് മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് തലവേദനയുണ്ട്. അതുകൊണ്ട് എനിക്ക് പുള്ളിയായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ മാർവൽ എപ്പോഴും ചെയ്യുന്ന പോലെ ഹൾക്കിന് പഞ്ഞിക്കിടാൻ വിട്ടുകൊടുത്തിട്ട് ബാക്കിയുള്ള ക്യാരക്ടറിന് ഹൈപ്പ് കൊടുത്തിട്ടില്ല. അതും എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പടം സ്പോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന കുറേ ഫാൻ തിയറീസും അതിൽ പറയുന്ന കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ പടം കാണാൻ പോകരുത്. അതിൽ പറയുന്ന പോലെ വെനമൊന്നും ഈ പടത്തിലില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഫ്രഷ് മൈൻഡായിട്ട് പോയിട്ട് കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഈ സിനിമയിലെ കിസ്സിങ് സീനൊക്കെ സെൻസർ ബോർഡ് കട്ട് ചെയ്യുന്നൊക്കെ ഉള്ള ന്യൂസ് ഉണ്ട്. ആക്ച്വലി കിസ്സിങ് സീനൊക്കെ ഉണ്ട്, പക്ഷേ അത് കട്ട് ചെയ്ത് അതിൻ്റെ ലെങ്ത് കുറച്ചേക്കുവാണ്. എന്ത് സുഖമാണ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എനിവേ, പടം കണ്ടവരുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.